ഹലോ ഓൾ, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ നിങ്ങൾ തമ്മിൽ കണ്ട പോലെ തന്നെ ഇന്ന് നമ്മളൊരു വയർലെസ് ചാർജിങ് പാഡിൻ്റെ അൺബോക്സിംഗ് റിവ്യൂ ആണ് നോക്കാൻ പോകുന്നത്. Raegr എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ ARC400 എന്ന് പറയുന്ന ഒരു വയർലെസ് ചാർജിങ് പാഡാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ബാംഗ്ലൂർ ബേസ്ഡ് ആയിട്ടുള്ള ടെക് എന്ന് പറയുന്ന കൺസ്യൂമർ ഇലക്ട്രോണിക്സ് മാനുഫാക്ചർ ചെയ്യുന്ന ഒരു കമ്പനിയുടെ സബ് ബ്രാൻഡാണ് Raegr. Raegrന്റെ ARC400 ഒരു QI സർട്ടിഫൈഡ് പ്രോഡക്റ്റ് ആണ്. ആക്ച്വലി നമ്മൾ എഴുതുമ്പം QI എന്ന് എഴുതുമെങ്കിലും ആക്ച്വലി ഇത് പ്രൊനൗൺസ് ചെയ്യേണ്ടത് ചീ എന്നാണ്. സോ ഒരു ചീ സർട്ടിഫൈഡ് പ്രോഡക്റ്റ് ആണ്. ഈ ചീ സർട്ടിഫിക്കേഷൻ വയർലെസ് ചാർജിങ് ഡിവൈസസിന് വേണ്ടിയിട്ടുള്ള ഒരു സർട്ടിഫിക്കേഷൻ പ്രോഗ്രാമാണ്. ഈ സർട്ടിഫിക്കേഷൻ കൊടുക്കുന്നത് WPC വയർലെസ് പവർ കൺസോർട്ടിയം എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പാണ്. ഈ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ലോകത്ത് മൊത്തത്തിലുള്ള 400-ൽ പരം ബ്രാൻഡ്സ് ചേർന്ന് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ്. വയർലെസ് പവർ കൺസോർട്ടിയം എന്ന് പറയുന്ന ഈ ഗ്രൂപ്പ് വയർലെസ് ചാർജിങ് ഡിവൈസസിന് കുറേ സ്റ്റാൻഡേർഡ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ സ്റ്റാൻഡേർഡ്സ് കീപ്പപ്പ് ചെയ്ത് മാനുഫാക്ചർ ചെയ്യുന്ന ബ്രാൻഡ്സിന് അവർ റിഗ്രസ് ടെസ്റ്റിംഗ്സ് ഒക്കെ കഴിഞ്ഞിട്ട് കൊടുക്കുന്ന ഒരു സർട്ടിഫിക്കേഷൻ പ്രോഗ്രാമാണ് ചീ സർട്ടിഫിക്കേഷൻ. ഈ ചീ സർട്ടിഫിക്കേഷൻ പാസ്സായിട്ടുള്ള പ്രൊഡക്ട്സ് എല്ലാം റിലയബിളും സേഫും ആയിരിക്കും. ഇപ്പോൾ എന്താണ് വയർലെസ് ചാർജിങ്? വയർലെസ് ചാർജിങ് എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഇൻഡക്ഷൻ വഴി ഒരു സ്മാർട്ട് ഡിവൈസിനെ നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റുന്ന ടെക്നോളജിക്കാണ് വയർലെസ് ചാർജിങ് എന്ന് പറയുന്നത്. വയർലെസ് ചാർജിങ് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതുപോലത്തെ ചാർജിങ് പാഡിനകത്ത് ഒരു കോയിലുണ്ട്. അതിൻ്റെ പേര് ഇൻഡക്ഷൻ കോയിൽ എന്നാണ്. ഈ ഇൻഡക്ഷൻ കോയിലിനകത്തൂടെ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് പാസ് ചെയ്ത് കഴിയുമ്പോഴേക്കും ഒരു ഓൾട്ടർനേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ആവുന്നു. ഈ ഓൾട്ടർനേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡിനെ നമ്മുടെ ഫോണിൻ്റെ ബാക്ക് സൈഡിലുള്ള കോയിൽ, റിസീവർ കോയിൽ റിസീവ് ചെയ്തിട്ട് അതിന് ഇലക്ട്രിസിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് ബാറ്ററി ചാർജ് ചെയ്യുന്നു. ഇതാണ് അതിൻ്റെ ടെക്നോളജി. ഇതാണ് Raegrന്റെ ARC400 വരുന്ന ബോക്സ്. ഇപ്പോൾ ബോക്സിനകത്ത് Raegrന്റെ വയർലെസ് ചാർജിങ് പാഡ് ഉണ്ട്. ഇതാണ് വയർലെസ് ചാർജിങ് പാഡ്. കയ്യിൽ ഒതുങ്ങുന്ന സൈസേ ഉള്ളൂ. അതുപോലെ തന്നെ ഇത് മേലെ നമുക്കൊരു മാറ്റ് ഫിനിഷ് ആണ് കിട്ടുന്നത്. ഈ മാറ്റ് ഫിനിഷ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഫോൺ വെച്ചാൽ പെട്ടെന്ന് സ്ലിപ്പായി പോകാതിരിക്കും. അടിയിൽ നമുക്കൊരു ആൻറ്റി സ്ലിപ്പായിട്ടുള്ള ഒരു മെറ്റീരിയലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് നമുക്ക് ടേബിളിൻ്റെ പക്കത്ത് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ സ്ലിപ്പായി പോകത്തില്ല. അതുപോലെ തന്നെ വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു ഡിസൈനാണ്. അതുപോലെ ഭയങ്കര സ്ലിമ്മുമാണ്, നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. അതുപോലെ തന്നെ ടോപ്പ് സൈഡിൽ USB Type-C പോർട്ടാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഈ ബോട്ടം സൈഡിൽ ഒരു LED ഇൻഡിക്കേറ്റർ ഉണ്ട്. ഈ LED ഇൻഡിക്കേറ്റർ നമ്മുടെ വയർലെസ് ചാർജിങ്ങിൻ്റെ സ്റ്റാറ്റസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ സ്മാർട്ട് ഫോണോ അല്ലെങ്കിൽ എയർപോഡോ അല്ലെങ്കിൽ ഗാലക്സി ബഡ്സോ അല്ലെങ്കിൽ വയർലെസ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്ന എന്ത് സ്മാർട്ട് ഡിവൈസും നമ്മൾ ഈ ചാർജിങ് പാഡിൻ്റെ മേലെ വെച്ച് ചാർജിങ് സ്റ്റാർട്ട് ആകുമ്പോഴേക്കും ഈ LED ഇൻഡിക്കേറ്റർ ഓൺ ആവും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് ചാർജിങ് സ്റ്റാർട്ട് ആയിട്ടുണ്ടെന്ന്. ഇപ്പോൾ ചില സമയത്ത് ഇപ്പോൾ നമ്മളിത് ഫോണോ അല്ലെങ്കിൽ ഇയർപോഡോ ഒക്കെ നമ്മളിത് കറക്റ്റായിട്ട് പ്ലേസ് ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ അത് ചാർജ് ആകത്തില്ല. അപ്പോൾ ഇങ്ങനെ ഒരു LED ഇൻഡിക്കേറ്റർ ഉള്ളതുകൊണ്ട് തന്നെ ഇത് ടേൺ ഓൺ ആയി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കറക്റ്റായിട്ടാണ് ഇരിക്കുന്നത്, ചാർജിങ് സ്റ്റാർട്ട് ആയിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ആക്ച്വലി ഈ ഫോൺ കറക്റ്റായിട്ട് പ്ലേസ് ചെയ്തില്ലെങ്കിൽ ചാർജ് ആകാത്തത് ഈ ഒരു ചാർജിങ് പാഡിന് മാത്രമല്ല എല്ലാ വയർലെസ് ചാർജിങ് പാഡിൻ്റെയും ഒരു ഡ്രോബാക്ക് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ഇതിനകത്ത് LED ഇൻഡിക്കേറ്റർ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ചാർജിങ് പാഡിൻ്റെ പക്കത്ത് നമ്മുടെ സ്മാർട്ട് ഡിവൈസ് വെച്ച് കഴിഞ്ഞാൽ ചാർജ് ആകുന്നുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ Raegrന്റെ ARC400 ഭയങ്കര സ്ലിമ്മുമാണ്, ഭയങ്കര ലൈറ്റ് വെയിറ്റുമാണ്. ഇതിന് 59 ഗ്രാംസ് മാത്രമാണ് വെയിറ്റ് വരുന്നത്. ഈ ഒരു ചാർജിങ് പാഡിന് 4 ചാർജിങ് മോഡ്സ് ആണ് ഉള്ളത്. അതായത് 4 സ്പീഡിൽ ഈ ഒരു വയർലെസ് ചാർജിങ് പാഡ് വെച്ചിട്ട് നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് ചാർജിങ് മോഡ് എന്ന് പറയുന്നത് 10 വാട്ട്സിൻ്റെ ചാർജിങ് മോഡാണ്. ഇത് സാംസങ് ഫോൺസിനും അതുപോലെ LGയുടെ ഫോൺസിനും വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. സാംസങ്ങിൻ്റെ Note 8, Note 9, S10, S10 Plus, S20 തുടങ്ങിയ സാംസങ്ങിൻ്റെ വയർലെസ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ ഫോൺസിനും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡാണ് 10 വാട്ട്സിൻ്റെ മോഡ്. അതുപോലെ തന്നെ LGയുടെ ഫോൺസിനും 10 വാട്ട്സിൻ്റെ ചാർജിങ് മോഡാണ് യൂസ് ചെയ്യുന്നത്. സെക്കൻഡ് ആയിട്ടുള്ളത് 7.5 വാട്ട്സിൻ്റെ ഒരു ചാർജിങ് മോഡാണ്. അത് ഐഫോൺസ് ചാർജ് ചെയ്യാനുള്ള ഒരു മോഡാണ്. iPhone 10, iPhone XR, iPhone 11, iPhone 11 Pro, 11 Pro Max, 12, 12 Pro, 12 Pro Max, 12 mini തുടങ്ങിയ ഫോൺസൊക്കെ ചാർജ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് 7.5 വാട്ട്സിൻ്റെ ചാർജിങ് മോഡാണ്. മൂന്നാമതായിട്ട് 5 വാട്ട്സിൻ്റെ ചാർജിങ് മോഡാണ്. വയർലെസ് ചാർജിങ് സപ്പോർട്ടുള്ള ചീ സർട്ടിഫൈഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് ചാർജ് ചെയ്യാൻ ഈ ഒരു മോഡാണ് യൂസ് ചെയ്യുന്നത്, 5 വാട്ട്സിൻ്റെ ചാർജിങ് മോഡ്. നാലാമതും അവസാനത്തതുമായിട്ടുള്ള ചാർജിങ് മോഡ് 2.5 വാട്ട്സിൻ്റെ ചാർജിങ് മോഡാണ്. ഈ ഒരു മോഡിലാണ് നമ്മുടെ എയർപോഡ്സും അതുപോലെ തന്നെ ഗാലക്സി ബഡ്സും ചാർജ് ചെയ്യുന്നത്. Raegrന്റെ ARC400-ന് ഇൻ്റലിജൻറ്റ് പ്രൊട്ടക്ഷൻ ടെക്നോളജി ഉണ്ട്. അതുകൊണ്ട് തന്നെ ടെമ്പറേച്ചർ കൺട്രോളും ഉണ്ട്. അതുപോലെ തന്നെ സർജ് പ്രൊട്ടക്ഷനും ഉണ്ട്. ടെമ്പറേച്ചർ കൺട്രോൾ ഉള്ളതുകൊണ്ട് തന്നെ ഈ ഒരു ചാർജിങ് പാഡ് ഓവറായിട്ട് ഹീറ്റ് ആകത്തില്ല. അതുപോലെ തന്നെ ARC400 ഫയർ റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ABS പ്ലാസ്റ്റിക് വെച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ ഒരു ബോക്സിനകത്ത് അടുത്തായിട്ട് വരുന്നത് Type-C PD കേബിളാണ്. പിന്നെ ഒരു യൂസർ മാനുവലാണ് വരുന്നത്. പിന്നെ ഇമ്പോർട്ടൻറ്റ് ഇൻസ്ട്രക്ഷൻസ് ഇറങ്ങിയിട്ടുള്ള ഒരു കാർഡും വരുന്നുണ്ട്. ഇത്രയൊക്കെയാണ് ബോക്സിനകത്ത് വരുന്നത്. അപ്പോൾ നമുക്ക് വയർലെസ് ചാർജിങ് പാഡ്സിൻ്റെ പോസിറ്റീവ്സും നെഗറ്റീവ്സും നോക്കാം. ഈ ARC400 എന്ന് പറയുന്ന പ്രൊഡക്റ്റിൻ്റെ പോസിറ്റീവ്സ് ആൻഡ് നെഗറ്റീവ്സ് മാത്രമല്ല ഞാൻ പറയുന്നത്, എല്ലാ വയർലെസ് ചാർജിങ് പാഡ്സിൻ്റെയും പോസിറ്റീവ്സ് ആൻഡ് നെഗറ്റീവ്സ് ആണ് പറയുന്നത്. ARC400 എന്ന് പറയുന്ന ഈ ഒരു പ്രൊഡക്റ്റ് കുറച്ച് ദിവസം യൂസ് ചെയ്തതിന് ശേഷം എന്തെങ്കിലും നെഗറ്റീവ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് എല്ലാ വയർലെസ് ചാർജിങ് പാഡ്സിൻ്റെയും പോസിറ്റീവ്സ് ആൻഡ് നെഗറ്റീവ്സ് നോക്കാം. ആദ്യം തന്നെ നമുക്ക് നെഗറ്റീവ്സിൽ തുടങ്ങാം. ഈ ഒരു ചാർജിങ് പ്രോസസ്സിനകത്ത് കുറേ എനർജി വേസ്റ്റ് ആയി പോകുന്നുണ്ട്. അത് ഹീറ്റിൻ്റെ ഫോമിലാണ് പുറത്ത് വരുന്നത്.
സോ അതുകൊണ്ടാണ് വയർലെസ് ചാർജേഴ്സ് യൂസ് ചെയ്യുമ്പോഴേക്കും ഹീറ്റ് ഒരു പ്രോബ്ലമായിട്ട് വരുന്നത്. അപ്പോൾ വയർലെസ് ചാർജിങ്ങിൻ്റെ ഏറ്റവും വലിയ നെഗറ്റീവായിട്ട് പറയാൻ പറ്റുന്നത് ഇതിൻ്റെ ഹീറ്റ് ഡിസിപ്പേഷനാണ്. എന്ന് വെച്ചാൽ ഓവറായിട്ട് ഹീറ്റ് ആകത്തില്ല. ഇതിന് ടെമ്പറേച്ചർ കൺട്രോളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഓവറായിട്ട് ഹീറ്റ് ആകത്തില്ല. പക്ഷേ നമ്മളൊരു നോർമൽ വയർഡ് ചാർജർ യൂസ് ചെയ്യുന്നതിനേക്കാളും കുറച്ചുകൂടെ ഹീറ്റ് ആവും. വയർലെസ് ചാർജിങ് പാഡിൻ്റെ രണ്ടാമത്തെ നെഗറ്റീവായിട്ട് പറയാൻ പറ്റുന്നത് ഇതിൻ്റെ ചാർജിങ് സ്പീഡാണ്. ഒരു വയർഡ് ചാർജർ ഉപയോഗിച്ചിട്ട് നമ്മളൊരു ഫോൺ ചാർജ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ സമയം വയർലെസ് ചാർജിങ് പാഡ് ഉപയോഗിച്ചിട്ട് ചാർജ് ചെയ്യാൻ പറ്റും. വയർലെസ് ചാർജിങ് പാഡ്സിൻ്റെ മൂന്നാമത്തെ നെഗറ്റീവ് എന്തെന്ന് വെച്ചാൽ നമ്മുടെ ചാർജിങ് പാഡിൻ്റെ മേലെ വെച്ചൊരു സ്മാർട്ട് ഡിവൈസ് ചാർജ് ചെയ്യുന്ന ടൈമിൽ അത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ നമ്മുടെ ചാർജിങ് പാഡിൻ്റെ മേലെ നമ്മൾ സ്മാർട്ട് ഫോൺ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫോൺ എടുത്ത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ചാർജിങ് പാഡിൻ്റെ മേലെ വെച്ചിരിക്കുന്ന അലൈൻമെൻറ്റ് തെറ്റിക്കഴിഞ്ഞാൽ ചാർജിങ് സ്റ്റോപ്പ് ആയി പോകാൻ ചാൻസ് ഉണ്ട്. അടുത്ത നമുക്ക് നാലാമത്തെ നെഗറ്റീവ് സൈഡ് നോക്കാം. നേരത്തെ പറഞ്ഞ പോലെ വയർലെസ് ചാർജിങ് പാഡ് യൂസ് ചെയ്യുമ്പോഴേക്കും നമ്മുടെ ഫോണൊക്കെ ഹീറ്റ് ആകാൻ ചാൻസ് ഉണ്ട്. സോ ഈ ഹീറ്റ് നമ്മുടെ ഫോണിൻ്റെ ബാറ്ററിനെ അഫക്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതാണ് നാലാമത്തെ നെഗറ്റീവ് സൈഡ്. അഞ്ചാമത്തെ നെഗറ്റീവ് സൈഡായിട്ട് പറയുന്നത് ഒരു വയർലെസ് ചാർജിങ് പാഡ് ഒരു വയർഡ് ചാർജറിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ച് എക്സ്പെൻസീവാണ്. ഒരു വയർലെസ് ചാർജിങ് പാഡ് മേടിക്കുന്ന കാശുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് 1-2 വയർഡ് ചാർജർ മേടിക്കാൻ സാധിച്ചെന്ന് വരും. അപ്പോൾ അത്രയൊക്കെ തന്നെയായിരുന്നു വയർലെസ് ചാർജിങ് പാഡ്സിൻ്റെ നെഗറ്റീവ് സൈഡ്സ്. അടുത്ത് നമുക്ക് പോസിറ്റീവ് സൈഡ്സ് നോക്കാം. വയർലെസ് ചാർജിങ് പാഡിൻ്റെ ഫസ്റ്റ് പോസിറ്റീവ് സൈഡ് എന്ന് പറഞ്ഞാൽ കൺവീനിയൻസ് തന്നെയാണ്. അതായത് നമ്മളിപ്പോൾ ഫോൺ ചാർജ് ചെയ്യുന്ന ടൈമിൽ ഒരു കോൾ വരികയോ മെസ്സേജ് വരികയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ചാർജിങ് പാഡിൽ നിന്ന് ജസ്റ്റ് എടുത്ത് കഴിഞ്ഞിട്ട് കോളിന് റിപ്ലൈ കൊടുക്കുകയോ അല്ലെങ്കിൽ മെസ്സേജിന് റിപ്ലൈ കൊടുക്കുകയോ ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും തിരിച്ച് വെക്കുമ്പോഴേക്കും വീണ്ടും ചാർജിങ് സ്റ്റാർട്ട് ചെയ്യും. വയർഡ് ചാർജിങ്ങിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ നമുക്കിപ്പോൾ ഒരു കോൾ വരികയാണെങ്കിൽ നമ്മൾ ചാർജറിൻ്റെ കേബിൾ ഡിസ്കണക്ട് ചെയ്തിട്ട് കോൾ അറ്റൻഡ് ചെയ്യുകയോ അല്ലെങ്കിൽ മെസ്സേജിന് റിപ്ലൈ ചെയ്യുകയോ ചെയ്യണം. അതിനുശേഷം വീണ്ടും ചാർജ് ചെയ്യാൻ വേണ്ടി വീണ്ടും കണക്ട് ചെയ്യണം. അപ്പോൾ കുറച്ചുകൂടി സ്റ്റെപ്സ് ഇൻവോൾവ് ആണ്. ഇപ്പോൾ വയർലെസ് ചാർജർ യൂസ് ചെയ്യുമ്പോഴേക്കും ഈ ഒരു പ്രശ്നങ്ങളൊന്നുമില്ല. അടുത്ത നമുക്ക് രണ്ടാമത്തെ പോസിറ്റീവ് സൈഡ് നോക്കാം. വയർലെസ് ചാർജിങ് പാഡ്സ് വയർഡ് ചാർജേഴ്സിനെ വെച്ച് നോക്കുമ്പോഴേക്കും പോർട്ടബിലിറ്റിയുടെ കാര്യത്തിൽ കുറച്ചുകൂടെ ഹയർ സൈഡിലാണ്. അതായത് ഇപ്പോൾ നമ്മൾ എവിടെയെങ്കിലും യാത്ര പോവുകയാണെങ്കിൽ നമ്മൾ ഒരേ ഒരു വയർലെസ് ചാർജിങ് പാഡ് മാത്രം എടുത്താൽ മതി, നമുക്ക് മൾട്ടിപ്പിൾ ഡിവൈസസ് ചാർജ് ചെയ്യാൻ പറ്റും. ഈ മൾട്ടിപ്പിൾ ഡിവൈസസ് വയർലെസ് ചാർജിങ് സപ്പോർട്ട് ഉള്ളതായിരിക്കണം. അപ്പോൾ അങ്ങനത്തെ ഒരു കേസിലാണെങ്കിൽ നമുക്ക് ഒരൊറ്റ വയർലെസ് ചാർജിങ് പാഡ് മാത്രം കൊണ്ടുപോയാൽ മതി, നമുക്ക് മൾട്ടിപ്പിൾ വയർഡ് ചാർജേഴ്സ് കൊണ്ടുപോകണ്ട. അങ്ങനെ നോക്കുമ്പോൾ പോർട്ടബിലിറ്റിയുടെ കാര്യത്തിൽ കുറച്ചുകൂടെ ഹയർ സൈഡിലാണ് വയർലെസ് ചാർജിങ് പാഡ്സ്. മൂന്നാമത്തെ പോസിറ്റീവ് സൈഡായിട്ട് പറയുന്നത് വയർലെസ് ചാർജിങ് പാഡ് യൂസ് ചെയ്യുമ്പോഴേക്കും ഫോണിൻ്റെ ചാർജിങ് പോർട്ടിന് കംപ്ലയിൻറ്റ് വരുന്നില്ല. ഇപ്പോൾ നമ്മളൊരു വയർഡ് ചാർജർ യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ എപ്പോഴും കുത്തുകയും ഊരുകയൊക്കെ ചെയ്യുമ്പോഴേക്കും ചാർജിങ് പോർട്ടിന് കംപ്ലയിൻറ്റ് വരാം. അതുപോലെ തന്നെ ചാർജിങ് കേബിളിനും കംപ്ലയിൻറ്റ് വരാം. പക്ഷേ നമ്മൾ ഒരു വയർലെസ് ചാർജിങ് പാഡ് യൂസ് ചെയ്യുമ്പോഴേക്കും അങ്ങനെ ഒരു വെയർ ആൻഡ് ടയർ സംഭവിക്കുന്നില്ല. നാലാമത്തെ പോസിറ്റീവ് സൈഡായിട്ട് പറയുന്നത് ലൈഫാണ്. വയർഡ് ചാർജേഴ്സിനെ വെച്ച് നോക്കുമ്പോഴേക്കും വയർലെസ് ചാർജിങ് പാഡ്സിന് കൂടുതൽ ലൈഫാണ് ഉള്ളത്. അതുകൊണ്ട് ഒത്തിരി നാൾ ലാസ്റ്റ് ചെയ്യും. അടുത്ത നമുക്ക് അഞ്ചാമത്തെ പോസിറ്റീവ് സൈഡ് നോക്കാം. ഒരു വലിയ ചാർജിങ് പാഡ് ആണെങ്കിൽ നമുക്ക് മൾട്ടിപ്പിൾ ഡിവൈസസ് ഒരേ സമയത്ത് ചാർജ് ചെയ്യാൻ സാധിക്കും. പക്ഷേ നമ്മുടെ റേഗറിൻ്റെ R400-ൽ ഒരു ഡിവൈസ് മാത്രമേ അറ്റ് എ ടൈം ചാർജ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷേ വലിയൊരു ചാർജിങ് പാഡ് ആണെങ്കിൽ നമുക്ക് മൾട്ടിപ്പിൾ ഡിവൈസസ് ചാർജ് ചെയ്യാൻ സാധിക്കും. R400 എന്ന് പറയുന്ന ഈ ഒരു പ്രൊഡക്റ്റ് 3 കളേഴ്സിൽ അവൈലബിൾ ആണ്. മിഡ് നൈറ്റ് ബ്ലൂ, പിന്നെ വൈറ്റ് ഉണ്ട്, അതുപോലെ തന്നെ ബ്ലാക്കും ഉണ്ട്. ബ്ലൂ കളറാണ് എനിക്ക് ഏറ്റവും അട്രാക്റ്റീവായിട്ട് തോന്നിയത്. ബ്ലാക്കും നല്ലതാണ്. വൈറ്റ് ഗ്രാജുവലി ഫെയ്ഡ് ആയി പോകാൻ ചാൻസ് ഉണ്ട്. പ്രൈസിങ്ങിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ R400-ന് 999 ആണ് പ്രൈസ് വരുന്നത്. റേഗറിൻ്റെ ഒഫീഷ്യൽ സൈറ്റിൽ നിന്നോ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടിൽ നിന്നോ നിങ്ങൾക്കിത് വാങ്ങാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്കിപ്പം അഡാപ്റ്റർ കൂടെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1399 കൊടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു ചാർജിങ് അഡാപ്റ്ററും കൂടെ ലഭിക്കുന്നതാണ്. നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് ദിവസത്തെ യൂസേജിന് ശേഷം ഇതിന് എന്തെങ്കിലുമൊക്കെ നെഗറ്റീവ്സ് ഉണ്ടെങ്കിൽ ഞാൻ ഒരു വീഡിയോ കൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ്. സോ അത്രയൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട്. സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ. ബൈ.